ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു മാളിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ഒന്ന് റെഡി ആയിട്ട് ഇറങ്ങാമല്ലോ എന്ന് കരുതിയെടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെയാണ്. വേറെ എങ്ങോട്ടേക്കുമല്ല, ഞാൻ നമ്മുടെ കൊനാനക്കുണ്ടെ ഫോറം മാളിലേക്കാണ് പോകുന്നത്. ഒരു 2 ഇയർ മുമ്പാണ് അവിടെ പോയിരുന്നത്. പിന്നെ കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളും വന്ന് ഇന്നൊന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങാമെന്ന് കരുതി. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾക്കറിയാമല്ലോ, നല്ല ചില്ല് ക്ലൈമറ്റാണ്. വെൽക്കം ടു ബാംഗ്ലൂർ എന്ന് പറയുമ്പോഴേക്കുള്ള ഒരു നല്ലൊരു ചില്ല് ക്ലൈമറ്റ്. ആദ്യം ഞാൻ ഈ കൊടികളൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു, ദൈവമേ TV-ക്ക് ഇവിടെ എത്തിയോന്നു. പിന്നെയാണ് അറിഞ്ഞത് അത് വേറെ എന്തിൻ്റെയും ഒരു കൊടിയും കാര്യങ്ങളുമാണെന്ന്. അങ്ങനെ ഞാനിവിടെ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മുൻവശത്ത് നിങ്ങൾക്ക് ആളുകളെ കാണാത്തതാണ് കേട്ടോ. നമുക്ക് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സീനുണ്ടായിരുന്നു. ഓട്ടോയിൽ വന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് തന്നെ കുറച്ച് റിസ്ക് എടുത്തിട്ടാണ് ഉള്ളിലേക്ക് വന്നത്. നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ മാളിൻ്റെ ഉള്ളിൽ വന്നപ്പം ആകെ മൊത്തം ഒരു ചേഞ്ചിങ്ങും കാര്യങ്ങളും ഉണ്ടായിരുന്നു. കാരണം ഞാൻ 2 ഇയർ മുമ്പ് ഇവിടെ വന്നപ്പോൾ നല്ലൊരു ഭംഗിയും കാര്യങ്ങളും എന്തൊക്കെയോ ഒരു വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഇപ്പം ഇവിടെ വന്നപ്പോൾ പ്രത്യേകിച്ച് എനിക്കൊരു ഫീലും ചെയ്തില്ല. നോർമലി എല്ലാം എന്തൊക്കെയോ പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഓരോ സ്ഥലങ്ങളിൽ പണിയും കാര്യങ്ങളും, പിന്നെ ഒരു സെക്ഷനിൽ ഒരു മേളകളൊക്കെ ആയിട്ട് ചെറുതായിട്ടൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാട്ടോ നമ്മൾ വന്ന മാള്. ഈ മാളിൻ്റെ പ്രത്യേകതയെന്ന് പറയാൻ വേണ്ടിയിട്ട്, അവിടെ നിങ്ങൾ കണ്ട ആ ചെടികളൊന്നും ആർട്ടിഫിഷ്യൽ അല്ല കേട്ടോ. ഇതൊന്നും ആർട്ടിഫിഷ്യൽ അല്ല, ഒറിജിനലാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്ക് ഇതൊക്കെ അറിയാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മുടെ മാൾ ഓഫ് ഏഷ്യയുടെ ചെറിയൊരു ലുക്ക് ഇതിൻ്റെ ഇൻസൈഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ വന്നിരിക്കുന്ന മാള് കാര്യങ്ങളും. ഞാൻ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടുമില്ല, ഒന്നും കഴിച്ചിട്ടുമില്ല കേട്ടോ. കാരണം ഞാനിവിടെ വന്നപ്പോൾ ആകെ ഡിസപ്പോയിൻമെൻറ്റായി. കാരണം ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല 2 ഇയർ മുമ്പുണ്ടായിരുന്ന എൻ്റെ ഇതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ജസ്റ്റ് ഇവിടെയൊക്കെ വന്നൊന്ന് കറങ്ങിയിട്ട് ഞാൻ തിരിച്ചിറങ്ങി കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പ്ലേ ഏരിയ ആണ്. നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ കൊണ്ടുവന്നാൽ നല്ലതുപോലെ അവർ എൻജോയ് ചെയ്യും കേട്ടോ. കാരണം കുട്ടികൾക്കുള്ള ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്തുണ്ട്. ഇവിടെ എല്ലാത്തിനും 10 രൂപയാണ് കൂപ്പൺ എന്ന് എഴുതിയിരിക്കും. പക്ഷേ അങ്ങനെ തന്നെ നമുക്ക് കൂപ്പൺ എടുക്കാനൊന്നും പറ്റില്ല. 1000 റുപ്പീസിൻ്റെ ഒരു കാർഡ് എടുക്കുമ്പം എല്ലാത്തിനും 10 രൂപ വെച്ച് കയറാൻ പറ്റും. ഞാൻ പിന്നെ കുറച്ച് നേരം കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിറങ്ങി. ഇപ്പോൾ നേരെ വന്നിരിക്കുന്നത് നമ്മുടെ BTM സെക്കൻഡ് സ്റ്റേജിലുള്ള നമ്മുടെ BTM ലേക്കിലേക്കാണ്. ഇവിടെ വന്നപ്പം ഇന്നത്തെ ഒരു ദിവസം മൊത്തം ദൈവമേ പോയി കിട്ടിയല്ലോ എന്നാകെ വിഷമത്തിലായി. കാരണം ഇവിടെയൊക്കെ പണി നടക്കുന്നത് കൊണ്ട് എല്ലാം കെട്ടി തൂക്കിയാണ് ഇട്ടേക്കാണ്. ഇവിടെയും വന്നിട്ടൊരു 2 ഇയറിന് മേലെയായി കേട്ടോ. ഇവിടെയൊക്കെ ആകെ ഒരുമാതിരി കോല. ഇവിടെ ഒരുപാട് ആളുകളെയൊക്കെ കാണാൻ പറ്റുന്ന ഒരു സ്ഥലവും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് ആകെ ഒരു വിഷമം, ദൈവമേ എല്ലാം ആകെ മൊത്തം മാറി മറിഞ്ഞല്ലോ. ഫൈനലി ഞാൻ എപ്പോഴത്തെയും പോലെ കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് റൂമിൽ വന്നു. ഫ്രഷ് ആയിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോവുകയാണ്. അപ്പം എന്തായാലും ഈ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലിടാം. ബൈ ബൈ.